ഇസ്ലാമിക് ഇൻവെസ്റ്റ്മെന്റിൽ നമ്മളിപ്പോൾ ഏതൊരു കച്ചവടമാണെങ്കിലും ആ കച്ചവടത്തിൽ കൂട്ടുകച്ചവടമാണെങ്കിൽ അതിനുള്ള രീതികളെ കുറിച്ചാണ് പറയുന്നത്. ഒന്ന് മുദാറബ. അതായത് മുദാറബ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഫിറ്റ് ഷെയറിംഗ് പാർട്ട്ണർഷിപ്പാണ്. അതായത് ഒരാള് പണം നൽകുകയും മറ്റൊരാള് ആ പണം ഉപയോഗിച്ച് ബിസിനസ് ചെയ്യുക അല്ലെങ്കിൽ തൊഴിൽ ചെയ്യുകയും ചെയ്യുന്നു. ഇതിനാണ് മുദാറബ എന്ന് പറയുക. ഒരാൾ ഇൻവെസ്റ്ററാണ്, മറ്റൊരാൾ തൊഴിൽ ചെയ്യുന്ന വ്യക്തിയാണ്. ഒരാൾ വർക്കിംഗ് പാർട്ട്ണറും മറ്റൊരാൾ ഇൻവെസ്റ്റിംഗ് പാർട്ട്ണറുമാണ്. ഇതിനാണ് നമ്മൾ മുദാറബ എന്ന് പറയുന്നത്. രണ്ടാമത്തത് മുഷാറക്ക. മുഷാറക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ജോയിന്റ് വെഞ്ചർ പാർട്ട്ണർഷിപ്പാണ്. അതായത് ഒന്നിൽ നമ്മൾ കണ്ടു രണ്ടുപേരും വർക്ക് ചെയ്യുന്നില്ല, എന്നാൽ മുഷാറക്കയിൽ രണ്ടുപേരും എന്ത് ചെയ്യുന്നു, തൊഴിൽ സംബന്ധമായ കാര്യങ്ങളിലാണെങ്കിലും ഇൻവെസ്റ്റ്മെന്റിലാണെങ്കിലും രണ്ടുപേരും അതിൽ പാർട്ട്നേഴ്സ് ആയി മാറുന്നു എന്നർത്ഥം. എന്നാൽ നേരത്തെ ഉള്ളതിന് അതിൽ ഒരാളാണ് പണം മുടക്കുന്നത്, മറ്റൊരാളാണ് തൊഴിൽ ചെയ്യുന്നത് എന്നർത്ഥം. അതേപോലെ തന്നെ ഇജാറ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വാടക എന്നർത്ഥം, വാടകയ്ക്ക് നൽകുക. അപ്പോൾ അതിൽ വ്യത്യസ്തമായൊരു ഇജാറ മുൻതഹിയ ബിത്തംലീഗ്, റെന്റൽ കോൺട്രാക്ട്സ് ഫുൾഫിൽ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ആ വസ്തു അയാളുടെ ഓണർഷിപ്പിലേക്ക് നൽകുന്ന രൂപത്തിലുള്ള ഇജാറ മുൻതഹിയ ബിത്തംലീഗ് തുടങ്ങിയിട്ടുള്ള ഒരുപാട് ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് ക്രിയേറ്റ് ചെയ്യപ്പെട്ട സംഗതിയാണ് ഇജാറ എന്ന് പറയുന്നത്. ഓക്കെ. അതേപോലെ തന്നെ സുക്കൂക്ക്, ഇസ്ലാമിക് ബോൺഡ്സ്, ഷറഈ പലിശയിൽ അധിഷ്ഠിതമല്ല. സാധാരണ കൺവെൻഷണൽ ബോൺഡ്സ് ഒക്കെ പലിശയിൽ അധിഷ്ഠിതമാണ്. അതിൻ്റെ ഒരു മെച്യൂരിറ്റി പീരീഡ് എത്തുമ്പോൾ അതിനു വേണ്ടി അല്ലെങ്കിൽ ആ ബോണ്ടിൽ പ്രിസ്ക്രൈബ് ചെയ്യുന്ന പലിശ എന്താണോ അത് ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാവുക. എന്നാൽ സുക്കൂക്ക് ഇസ്ലാമിക് ബോൺഡ്സ് അത് അപ്രകാരമല്ല. അത് പ്രോഫിറ്റ് ഓറിയന്റഡ് ആണ്. ഫിക്സഡ് ആയിട്ടുള്ള ഒന്നുകിൽ പ്രോഫിറ്റ് അല്ലെങ്കിൽ അതിൽ റെന്റ് തുടങ്ങിയിട്ടാണ് ഈ ബോൺഡ്സിൽ അവർക്ക് എന്ത് ചെയ്യുന്നത്, അവർക്ക് ഇൻകം ജനറേറ്റ് ചെയ്യപ്പെടുന്നത് എന്നർത്ഥം. അതേപോലെ തന്നെ തെക്കാഫുൽ എന്ന് പറയുന്നത് ഇതൊരു കോപ്പറേറ്റീവ് ഫണ്ടാണ്. അതായത് റിസ്ക് മാനേജ്മെന്റിന് കൃത്യമായിട്ടുള്ള രൂപരേഖ ഇസ്ലാമിക് ഫിനാൻസിലുണ്ട്. അതിനാണ് തെക്കാഫുൽ എന്ന് പറയുന്നത്. അതൊരു കോപ്പറേറ്റീവ് ഇൻഷുറൻസ് വേണമെങ്കിൽ നമുക്ക് പറയാം, അല്ലെങ്കിൽ ഇസ്ലാമിക് ഇൻഷുറൻസ് പറയാം. തെക്കാഫുൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ പരസ്പരമുള്ള ഒരു കോപ്പറേറ്റീവ് റിസ്ക് ഷെയറിങ് എന്നുള്ളതാണ്. അങ്ങനെ പരസ്പരമുള്ള റിസ്ക് ഷെയർ ചെയ്യുന്ന കൃത്യമായ മെത്തേഡ് നമുക്ക് ഉണ്ട്.